നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വിചാരിക്കുന്നു. ഹാപ്പിനെസ്, അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിച്ചാലോ? ഒരുപാട് ആൾക്കാർ ഇപ്പോഴും തപ്പി നടക്കുന്ന ഒരു കാര്യമാണ്, എവിടെ കിട്ടും ഈ സന്തോഷം, എന്ത് ചെയ്തിട്ടും എന്തുണ്ടായിട്ടും ഞങ്ങൾക്ക് ഒരു സന്തോഷമില്ല ജീവിതത്തിൽ എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കയ്യിലാണ് മിസ്റ്റർ നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോലിരിക്കുന്നത്. അതുകൊണ്ട് ഈ താക്കോല് കണ്ടുപിടിക്കാനുള്ള 5 കാര്യങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്താന്ന് നോക്കിയാലോ? ആദ്യത്തേതും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഗിവിങ് സെൽഫ് പ്രയോറിറ്റി. ഇത് ഞാൻ പറയുമ്പോൾ സെൽഫിഷ്നെസ്സുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് അതിപ്പോഴേ നിർത്തിക്കൂ. കാരണം നിങ്ങൾ സന്തോഷിക്കാതെ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവാതെ മറ്റൊരാളെ നിങ്ങൾ സന്തോഷിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളും സങ്കടത്തിലാവും, അവരോട്ട് സാറ്റിസ്ഫൈഡ് ആവത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും പ്രയോറിറ്റി കൊടുക്കുക. കാരണം നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ചുറ്റിനുള്ള എല്ലാത്തിനെയും ഓക്കെ ആക്കാനും ഹാപ്പി ആക്കാനും നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത്തതും എങ്കിൽ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഡോണ്ട് ട്രൈ ടു ചേഞ്ച് എനിവൺ. മറ്റൊരാളെ ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് എൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ അത് വെറും മണ്ടനായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. കാരണം ഒരിക്കലും നമുക്ക് വേറൊരാളെ മാറ്റാൻ പറ്റില്ല. നമുക്ക് നമ്മളിൽ കുറച്ച് ഹെൽത്തിയർ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും വേറൊരാളെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവർ എഫേർട്ട് ഇടാത്തിടത്തോളം കാലം അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി ആലോചിക്കാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും അവരെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. മൂന്നാമത്തേതും എന്നാൽ നമ്മൾ ബോധപൂർവം അല്ലാതെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കും ഉണ്ട്, കമ്പയറിങ് അവർ സെൽഫ് വിത്ത് അതേഴ്സ്. അതായത് നമ്മൾ അറിയാതെ പോലും നമ്മൾ വേറൊരാളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയ സങ്കടം വരികയാണ്. നിങ്ങൾ യുണീക്കാണ് അല്ലെങ്കിൽ അവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് വേണം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ ട്രൈ ടു ബി യുവർ സെൽഫ്. ഒരിക്കലും നമ്മൾ വേറൊരാളെ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യാനേ പാടില്ല. നാലാമത്തെ കാര്യം, ലിവ് ഇൻ പ്രസന്റ്. നമ്മളൊരു പ്രൊവർബ് കേട്ടിട്ടുണ്ട്, അതായത് യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി, ടുഡേ ഈസ് എ ഗിഫ്റ്റ്, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രസന്റ് എന്ന്. കറക്റ്റാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ എന്താണോ അല്ലെങ്കിൽ ഇപ്പം ഈ മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം. പഴയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ടിട്ടോ ഫ്യൂച്ചറിലുള്ള കാര്യം ഓർത്ത് വ്യാകുലപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. കാരണം ഇതൊന്നും നമുക്ക് ടൈം ട്രാവൽ ചെയ്ത് പോയി ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴുള്ളത് എന്താണോ അതിനെ എൻജോയ് ചെയ്യാൻ പഠിക്കുക. അഞ്ചാമത്തേതും എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമുണ്ട്, ദിസ് ടു ഷാൽ പാസ്. ഈ നിമിഷം കടന്നു പോകും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വേണം. ഒന്നിനും ഒരുപാട് എക്സൈറ്റഡും ആവാൻ പാടില്ല, ഒന്നിനും ഒരുപാട് സങ്കടപ്പെടാനും പാടില്ല. കാരണം ഇതിനൊക്കെ ഒരു കുമിളയുടെ അത്രയും ലൈഫ് സ്പാനേ ഉള്ളൂ. നമ്മൾ ലൈഫിന് ഒരുപാട് എക്സ്പെക്ടേഷൻ വെക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് വരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങൾ ആ ഒഴുക്കിനങ്ങ് പോയാൽ മതിയടോ. നമ്മുടെ ലൈഫ് ആവുന്ന ബുക്കിൻ്റെ അടുത്തടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാനായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലും സന്തോഷം പതുക്കെ കടന്നെങ്കിൽ വരും. ഇത് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്ത് അവർ ലൈഫിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾ എന്നെ കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നതിനും വരെ ബൈ.